തിരുവനന്തപുരം ജില്ലയിലെ പാലോട് മൈലമൂട് എന്ന മലയോര ഗ്രാമത്തിലൂടെ പോകുമ്പോൾ കാടിനോട് ചേർന്ന് കിടക്കുന്ന കുപ്രസിദ്ധമായ വളവുണ്ട്, സുമതി വളവ്. രാത്രികാലങ്ങളിൽ വെള്ള സാരിയുടുത്ത് ഈ വളവിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർ കാലങ്ങളായി വിശ്വസിക്കുന്നു. എന്നാൽ ആരാണ് ഈ സുമതി? 1953 ജനുവരി 27 ആ ഇരുണ്ട രാത്രിയിൽ ഈ ജനവാസമില്ലാത്ത കാട്ടുറോഡിൽ വെച്ച് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അന്ധവിശ്വാസങ്ങൾക്കപ്പുറം കേരള ഹൈക്കോടതി വരെ എത്തിയ ആ ക്രൂരമായ കൊലപാതകത്തിന്റെ യഥാർത്ഥ കഥയും അതിനുശേഷം ഇതുവഴി പോയ പല ഡ്രൈവർമാർക്കുമുണ്ടായ ചോരയുറയുന്ന അനുഭവങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കഥ തുടങ്ങുന്നത് 1950കളുടെ തുടക്കത്തിലാണ്. ഒരു സാധാരണ കുടുംബത്തിലെ 19 വയസ്സുകാരിയായ പെൺകുട്ടിയായിരുന്നു സുമതി. ജീവിക്കാൻ വേണ്ടി അവളൊരു മലഞ്ചരക്ക് വ്യാപാരിയുടെ വീട്ടിൽ വേലക്കാരിയായി ജോലിക്ക് ചേർന്നു. അവിടെ വെച്ചാണ് അവൾ മുതലാളിയുടെ മകനായ രത്നാകരനെ പരിചയപ്പെടുന്നത്. രത്നാകരന്റെ പ്രണയവാഗ്ദാനങ്ങളിൽ സുമതി വീണുപോയി. അവൾ ഗർഭിണിയാവുകയും ചെയ്തു. എന്നാൽ സമ്പന്നനായ രത്നാകരന് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. സുമതിയും അവളുടെ വീട്ടുകാരും സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയതോടെ അവളെ തന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കാൻ രത്നാകരൻ തന്റെ സുഹൃത്തായ രവീന്ദ്രനൊപ്പം ചേർന്ന് ഒരു ക്രൂരമായ പദ്ധതി തയ്യാറാക്കി. 1953 ജനുവരി 27 രാത്രി ഉത്സവം കാണിക്കാമെന്നും തമിഴ്നാട്ടിലേക്ക് പോയി വിവാഹം കഴിക്കാമെന്നും കള്ളം പറഞ്ഞ് രത്നാകരൻ സുമതിയെ ഒരു കാറിൽ കയറ്റി കൂട്ടിക്കൊണ്ടുവന്നു. വഴികളെക്കുറിച്ച് ധാരണയില്ലാതിരുന്ന സുമതിയെ അവർ മൈലമൂടിനടുത്തുള്ള റിസർവ് ഫോറസ്റ്റിന്റെ വിജനമായ ആ എസ് വളവിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് കാർ നിർത്തി അവളെ കാടിനുള്ളിലേക്ക് വലിച്ചിരച്ചു കൊണ്ടുപോയി രത്നാകരനും രവീന്ദ്രനും ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു. ഒടുവിൽ മൂർച്ചയേറിയ ആയുധം കൊണ്ട് ആ പാവം പെൺകുട്ടിയുടെ കഴുത്തറുത്തു. തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെയും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. നിയമം പ്രതികളെ ശിക്ഷിച്ചുവെങ്കിലും ക്രൂരമായി കൊല്ലപ്പെട്ട സുമതിയുടെ ആത്മാവ് ആ വളവ് വിട്ടുപോയിരുന്നില്ല എന്നാണ് പിന്നീട് പ്രചരിച്ച കഥകൾ. സുമതിയുടെ മരണശേഷം ഈ വളവിന് സുമതി വളവ് എന്നു പേരു വീണു. ആളുകൾ രാത്രിയിൽ ഇതുവഴി പോകാൻ ഭയന്നു. ഈ സമയത്താണ് തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി വന്ന ഒരു ലോറി ഡ്രൈവർക്ക് ഇവിടെ വെച്ച് മറക്കാനാവാത്തൊരു അനുഭവമുണ്ടാകുന്നത്. അർദ്ധരാത്രി 1 സുമതി വളവിലെത്തിയപ്പോൾ പെട്ടെന്ന് ലോറിയുടെ ടയർ പഞ്ചറായി വണ്ടി നിന്നു. കാടിന്റെ നടുവിൽ കട്ട ഇരുട്ടിൽ ഡ്രൈവർ തനിയെ ഇറങ്ങി ജാക്കിയും മറ്റുപകരണങ്ങളും വെച്ച് ടയർ മാറ്റാൻ തുടങ്ങി. പെട്ടെന്നാണ് കാട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ നേർത്ത കരച്ചിൽ ശബ്ദം അയാൾ കേൾക്കുന്നത്. കാറ്റായിരിക്കുമെന്ന് കരുതി അയാൾ ജോലി തുടർന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ശബ്ദം തന്റെ തൊട്ടടുത്ത് വരുന്നത് പോലെ അയാൾക്ക് തോന്നി. ടോർച്ചടിച്ചു നോക്കിയ അയാൾ ഭയന്നു വിറച്ചുപോയി. ദൂരെ ഇരുട്ടിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ രൂപം നിൽക്കുന്നു. ആ രൂപം മെല്ലെ ലോറിയുടെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങി. ഭയന്നുപോയ ഡ്രൈവർ ഉപകരണങ്ങളെല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ച് ലോറിയുടെ ക്യാബിനിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. വണ്ടി അവിടെയിട്ട് പിറ്റേന്ന് നേരം വെളുത്ത ശേഷമാണ് അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടത്. ഈ സംഭവം ഡ്രൈവർമാർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. ഈ ലോറി ഡ്രൈവറുടെ അനുഭവം മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്നും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങുകയായിരുന്ന 2 യുവാക്കൾക്കും സമാനമായൊരു അനുഭവം ഉണ്ടായി. അർദ്ധരാത്രിയിൽ അവർ ഈ സുമതി വളവിലേക്ക് പ്രവേശിച്ചതേയുള്ളൂ. പെട്ടെന്ന് ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് തനിയെ ഡിമ്മായി. വണ്ടി ഓഫായി നിന്നു. വനപാതയായതിനാൽ അവർ വേഗം വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ബൈക്കിന്റെ പുറകിലിരുന്ന യുവാവ് റോഡിന്റെ വളവിലേക്ക് നോക്കിയത്. അവിടെ ഒരു മരച്ചുവട്ടിൽ വെള്ള സാരിയെടുത്തൊരു സ്ത്രീ നിൽക്കുന്നു. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം, ആ സ്ത്രീയുടെ കൈകളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് കണ്ടയുടനെ പുറകിലിരുന്നയാൾ പേടിച്ച് നിലവിളിച്ചു. ഒടുവിൽ വണ്ടി എങ്ങനെയോ സ്റ്റാർട്ടാക്കി അവർ ജീവനം കൊണ്ട് പാഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. പിറ്റേന്ന് കടുത്ത പനിയോടെ ആ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കാലക്രമേണ KSRTC ബസ്സുകളിലെ ഡ്രൈവർമാരും ഈ വഴി പോകുന്ന ഓട്ടോ ഡ്രൈവർമാരുമെല്ലാം രാത്രി 9 മണിക്ക് ശേഷം ഈ വളവിൽ വണ്ടി നിർത്താൻ ഭയന്നു. വഴിയിൽ ആരെങ്കിലും കൈ കാണിച്ചാൽ പോലും വണ്ടികൾ നിർത്താതായി. എന്നാൽ ഇക്കാലയളവിൽ ചില മോഷ്ടാക്കളും സാമൂഹ്യവിരുദ്ധരും ആളുകളെ ഭയപ്പെടുത്തി പണം തട്ടാൻ ഈ സുമതി വളവിന്റെ പ്രേതകഥകൾ ബോധപൂർവം ഉപയോഗിച്ചിരുന്നു എന്നതും മറ്റൊരു വാസ്തവമാണ്.
ആളുകളുടെ ഉള്ളിലെ ഭയത്തെ അവർ മുതലെടുക്കുകയായിരുന്നു. ഇന്ന് സുമതി വളവിലൂടെ കാടുകൾ വെട്ടിമാറ്റി പുതിയ റോഡുകൾ വന്നു. വെളിച്ചവും വോൾട്ടേജ് വിളക്കുകളും വന്നു. എങ്കിലും ഇന്നും അർദ്ധരാത്രികളിൽ ഇതുവഴി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പലരുടെയും ഉള്ളിൽ ഒരു ഭയം വരാറുണ്ട്. അതൊരുപക്ഷെ കേട്ടുകേൾവിയുള്ള ഈ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചതിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സുമതിയോടുള്ള സഹതാപം കൊണ്ടായിരിക്കാം. അന്ധവിശ്വാസങ്ങൾ എന്തു തന്നെയായാലും സുമതി വളവ് എന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വലിയ ക്രൂരതയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഈ കഥയെക്കുറിച്ചും ഡ്രൈവർമാരുടെ അനുഭവങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നിഗൂഢമായ കഥയുമായി വീണ്ടും കാണാം. നന്ദി.